എല്ലാ വർഷവും കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ക്ലീൻ മലയാറ്റൂർ, പിൽഗ്രിം മലയാറ്റൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ എല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഈ പറയുന്ന രീതിയിൽ മലയാറ്റൂർ തീർത്ഥാടനത്തിന് മലയാറ്റൂർ ഒന്നാകെ ഒരുങ്ങി എന്ന് നമ്മൾ ലോകത്തിന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ ക്ലീൻ മലയാറ്റൂർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതാവുക മലയാറ്റൂർ കുരിശുമുടി വൈസ് റെക്ടറും മലയാറ്റൂർ പള്ളി വികാരിയുമായിട്ടുള്ള ജോസ് വെള്ളക്കാട്ട് അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോയ് ആവോക്കാരനാണ്. കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ആവശ്യം പറഞ്ഞിരുന്നപ്പോൾ ജോയിച്ചേട്ടൻ ഏറ്റവും സ്നേഹത്തോടെ അത് ഏറ്റെടുക്കുകയും ഇന്നിപ്പോൾ കൃത്യസമയത്ത് തന്നെ ജോയിച്ചേട്ടൻ എത്തി. അപ്പൊ സ്നേഹത്തോടെ മലയാറ്റൂർ മഹാ ഇടവകയുടെ പേരിലുള്ള സ്വാഗതം ഈ ജോയിച്ചേട്ടനെ ആശംസിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മറ്റ് 3 പള്ളികളിലെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ചമാര്, ഇല്ലിത്തോട്, വിമലഗിരി, സെബ്യൂർ പള്ളികളിലെ വികാരിയച്ചമാര് എപ്പോഴും നമ്മോടൊപ്പം ഈ മഹാ ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛനിപ്പോ എനിക്കോട് 2-3 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇന്നത്തെ ദിവസം തന്നെ ഓടി നടക്കാണ് അച്ഛൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അച്ഛനോട് ഉണ്ടായത് ഏറ്റവും സന്തോഷകരം നൽകുന്ന കാര്യം. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 4 പള്ളികളിലെയും ബഹുമാനപ്പെട്ട കൈക്കാരന്മാര് എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൈക്കാരന്മാര്, വൈസ് ചെയർമാൻമാര്, പാരിഷ് കൗൺസിൽ അംഗങ്ങള്, അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ക്ലീനിങ്ങിനായിട്ട് നമ്മുടെ 4 ഇടവകയിലെയും ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനേകം തീർത്ഥാടകർ അവിടെ ഇവിടേക്ക് ആയിട്ട് മല കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട വൈദികരെ, 4 പള്ളികളും സംയുക്തമായി ആണ് നമ്മുടെ ഈ സംരംഭം ഫലവത്താക്കാനായിട്ട് ശ്രമിച്ചിരിക്കുക. 4 പള്ളികളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന കൈക്കാരന്മാർ, വൈസ് ചെയർമാൻമാർ, അതോടൊപ്പം ഇടവക സമൂഹത്തിലെ വിശ്വാസികളെ, തീർത്ഥാടകരായി ഇന്ന് ഈ അടിവാരത്തിലുള്ള സഹോദരി സഹോദരന്മാരെ, മലയാറ്റൂർ തീർത്ഥാടനത്തിന് വേണ്ടി ഈ നാട്ടിലേക്ക് കടന്നു വരുന്നവർക്ക് സ്വസ്ഥമായി, സ്വൈര്യമായി, ഭംഗിയായി, വൃത്തിയായി, മനസ്സമാധാനത്തോടെ മല കയറി പ്രാർത്ഥിച്ചു പോകാനായിട്ട് ഇതിൻ്റെ പരിസരങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കർമ്മ പദ്ധതിയുടെ പിന്നിലുള്ള ആശയം. മലയാറ്റൂർ തീർത്ഥാടനത്തിന് കടന്നു വരുന്നവരെല്ലാവരെയും നമ്മൾ ഇതിൻ്റെ അതിർത്തിക്കുള്ളിൽ വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഏതാനും മണിക്കൂറുകൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച് ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയോരങ്ങൾ, പ്രധാനമായി വിശ്രമിക്കുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെ ഒരുപക്ഷെ വരുന്ന തീർത്ഥാടകർക്ക് ശുചിത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ശ്രദ്ധയോ താല്പര്യമോ അതിനുവേണ്ടി അല്പം പെയിനെടുക്കാനായിട്ടുള്ള വിമുഖതയൊക്കെ കാണിക്കുമ്പോൾ അതിനൊരു പരിഹാരം കൂടിയായിട്ടാണ് നമ്മൾ ഈ സൽക്കർമ്മം ഇന്ന് സംയുക്തമായിട്ട് ഇവിടെ ആവിഷ്കരിക്കുക. ഇത് വിജയിപ്പിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മളിതിനെക്കുറിച്ച് അവബോധവന്മാരാകുക എന്നുള്ളതുണ്ട്. കാരണം ഇതൊരു സെൻസ് ഓഫ് ക്ലീൻലിനെസ് നമ്മൾ തന്നെ ആർജിച്ചെടുക്കുകയാണ്. നമ്മുടെ വീടും പരിസരമൊക്കെ വെടുപ്പായി കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ മഹാ ഇടവകയുടെ അല്ലെങ്കിൽ ഈ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കാനായിട്ടുള്ളൊരു സാമൂഹിക പ്രതിബദ്ധത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഒരാശയം നമ്മൾ ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് തീർത്ഥാടകരിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. കാരണം നിങ്ങളും ഈ മല കയറാനായിട്ട് ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകനും ഈ വിശുദ്ധമലയെ, ഇതിൻ്റെ പരിസരങ്ങളെ വിശുദ്ധമായി വൃത്തിയായി സൂക്ഷിക്കണം, ഈ കടപ്പാട് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഒരു സാമൂഹികമായ ഒരു അവയർനെസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഫലവത്താകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ക്ലീൻ മലയാറ്റൂരിന് വേണ്ടി ഇന്നിവിടെ വന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള എൻ്റെ സഹോദരന്മാരെ ഞാൻ ആദ്യമേ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ
നമ്മുടെ കേരളം മൊത്തം മാലിന്യങ്ങൾ മാറ്റി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഈ മഹാ ഇടവകയിലെ ജനങ്ങൾ ഒരുമിച്ച് ഇവിടെ ക്ലീൻ മലയാറ്റൂർ എന്ന പുണ്യസ്ഥലത്തെ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിന് സന്തോഷവും ആത്മാവിന് ശാന്തി നൽകുന്ന രീതിയിൽ ഒരു ശുദ്ധമായ ഏരിയ അല്ലെങ്കിൽ ശുദ്ധമായ പരിസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം കൂടിയിരിക്കുന്ന അംഗങ്ങൾ നമ്മുടെ ഈ പരിസരം നമുക്കറിയാം, ഏകദേശം നല്ലൊരു മനോഹരമായിട്ട് തന്നെയാണ് ഈ പരിസരം കിടക്കുന്നത്. എങ്കിൽ പോലും വരുന്ന ജനങ്ങൾക്ക് നമുക്കറിയാം, ഈ ഒരു തലമുറ കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ അവർക്കറിയാം, അവരുടെ കയ്യിൽ ഒരു മിഠായി കൊടുത്താൽ ആ മിഠായിയുടെ കടലാസ് അവർ ഒന്നാലെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്നിടാൻ അവർ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മളൊക്കെ വളർന്ന സമയത്ത് അങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഒരു മിഠായി കിട്ടിയാൽ തുറന്ന് മിഠായി നിന്നുണ്ട് ആ കടലാസ് നമ്മൾ കാട്ടിക്കളയുന്ന ഒരു തലമുറയാണ് നമ്മളിപ്പോൾ. പക്ഷെ വരും തലമുറയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. വരും തലമുറ ചെറുപ്പം മുതലേ അവരത് പഠിച്ച് ശീലിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട കാര്യം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരില്ല. കാരണം അവരുടെ കയ്യിൽ ഒരു ബോട്ടിൽ കിട്ടിയാൽ ആ ബോട്ടിൽ ഇന്ന സ്ഥലത്ത് ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഭംഗിയായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും. നമ്മളാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വരുന്ന ഈ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ വേസ്റ്റ് ബിൻ ഇടാനായിട്ട് അവർ ശ്രദ്ധിക്കില്ല. അവർ ശ്രദ്ധിക്കാതെ പല ഭാഗങ്ങളിലിടും. അതാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരെയും ഞാൻ മലയാറ്റൂർ നിരീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സന്മനസ്സോടു കൂടി സേവനം ചെയ്യാനായിട്ട് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മലയാറ്റൂർ ക്ലീനിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുകൊണ്ട് ഉടുപ്പില്ലാതെ വന്നത് അതിൻ്റെ അർത്ഥക്കാക്കിയല്ല വന്ന എന്നാൽ അർത്ഥമില്ല. അപ്പോൾ ഞാനിത് 3ാമത്തെ വർഷമാണ് ഇവിടെ ക്ലീൻ മലയാറ്റൂർ പ്രോഗ്രാം പങ്കെടുക്കുക. ഞങ്ങൾ കഴിഞ്ഞ 26-ാം തീയതി ഈ മലയാറ്റൂർ മലകയറ്റവുമായി ബന്ധപ്പെട്ട് ആലുവ പാലസിൽ PWD റെസ്റ്റ് ഹൗസിൽ ഒരുമിച്ച് കൂടിയപ്പോൾ MLAയുടെയും ജില്ലാ കളക്ടറുടെയും കൂടി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഈ വൃത്തിയെക്കുറിച്ചാണ്. ഗ്രീൻ പ്രോട്ടോക്കോളിനെ കുറിച്ചും ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും ഇപ്പം ഞാൻ എവിടെയും പോയി കഴിഞ്ഞാൽ ഇല്ലത്തോടുകാരെന്ന് പറയാറില്ല, മലയാറ്റൂർന്ന് പറയാറുള്ളൂ. അപ്പോൾ ഒരു ക്രെഡിറ്റായി. ഇല്ലത്തോട് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. അപ്പോൾ ഈ മലയാറ്റൂർ എന്ന് പറയുന്നത് മലയാറ്റൂർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വളരെ ഫേമസായ സ്ഥലമാണ്. ഇവിടെ ധാരാളം പേര് കേരളത്തിന് പുറത്തു നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നമ്മുടെ ഇത് ഏറ്റവും ക്ലീനായി കിടക്കും. നമ്മൾ പണ്ട് വേളാങ്കണ്ണി ചെന്ന ഭയങ്കര വൃത്തികേടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു 10 കൊല്ലവും വേളാങ്കണ്ണി ചെന്ന ബസ്സിൽ നിന്ന് കാലെടുത്ത് കുത്താൻ പറ്റില്ലായിരുന്നു. ഇന്ന് നമ്മൾ വേളാങ്കണ്ണി നമുക്കറിയാം ഏറ്റവും ക്ലീനായിട്ട് വേളാങ്കണ്ണിയിൽ എല്ലാ വഴിയോരങ്ങളും അവർ വൃത്തിയായി അത് ക്ലീൻ ചെയ്യാൻ ആൾക്കാരെ വെച്ച് ഇന്ന് വേളാങ്കണ്ണിയിൽ ഏറ്റവും നല്ല ശുദ്ധീകരിക്കപ്പെട്ട വഴികളും പരിസരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതൊരു തീർത്ഥാടന സ്ഥലങ്ങളിലും പ്രത്യേകം വേണ്ട കാര്യമാണ്. നമുക്കറിയാം ഇതുപോലെയുള്ള വൃത്തി മെനയെന്ന് പറയുന്ന സംഭവം വേളാങ്കണ്ണി ചെന്ന് നമുക്ക് ഒരു കാലത്ത് അറിയിച്ചായിരുന്നു. ഇപ്പം നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് അവിടെ പോകാം, നന്നായിട്ട് വരാൻ സാധിക്കും. ഇന്ന് കേരളത്തെ പുറത്തുനിന്ന് ധാരാളം പേര് ഇവിടെ വന്ന് ഇങ്ങനെ മല കയറി പോകുമ്പോൾ നമ്മുടെ അഭിമാനത്തിന് പ്രശ്നമായിട്ട് മാറണം. മലയാറ്റൂർ ഏറ്റവും വൃത്തിയായി കിടക്കുന്ന സ്ഥലമാണ് എന്ന്, നമുക്ക് ആർക്കും ചെല്ലാവുന്ന സ്ഥലമാണ് എന്ന് പറയിപ്പിക്കത്തക്ക വിധത്തിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇത് ഇന്ന് മാത്രം ആറ്റൂർ പ്രദേശത്ത് ഇവിടെ കാടപ്പാറ പ്രദേശത്ത് താമസിക്കുന്ന കൂടുതൽ ശ്രദ്ധയോടെ എല്ലാ ദിവസങ്ങളും വഴിയോരങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വിമലഗിരി ഇടവകയുടെ പ്രദേശങ്ങളൊക്കെ എപ്പോഴും ക്ലീനായിട്ട് കിടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. 4 പള്ളിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഏൽപ്പിച്ച ക്ലീൻ മലയാറ്റൂരിൻ്റെ ഭാഗമായിട്ട് കൂടി അല്ലെങ്കിൽ പോലും തീർത്ഥാടനത്തോടനുബന്ധിച്ച് നമ്മൾ മല കയറാൻ പോകുന്ന ഏകദേശം ഒരു 20ഓളം വേസ്റ്റ് ബിൻ അടിവാരം മുതൽ മുകളിൽ വരെ വയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ക്ലീൻ ചെയ്യുന്നതിന് സ്റ്റാഫിനെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് നമ്മൾ അടുത്ത ആഴ്ചയിൽ 25ഓളം വ്യക്തികളെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ താഴെ മുതൽ മലയുടെ മുകളിൽ വരെ ഒരു വേസ്റ്റും നിലത്ത് കിടക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഈ തിരുനാൾ പരിപാടികൾ മനോഹരമായിട്ട് തീർക്കണം, ഭംഗിയായിട്ട് തീർക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.